ഹലോ, അതെ, ഈ ചെമ്പരത്തിപ്പൂ എവിടെ കണ്ടാലും വിട്ടുകളയല്ല കേട്ടോ. നമുക്കൊരു അടിപൊളി സ്ക്വാഷ് ഉണ്ടാക്കാം. അതിനൊരു 10-15 ചെമ്പരത്തിപ്പൂ വേണം. എന്നിട്ട് അതൊരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പൂവിൻ്റെ പൂമ്പൊടിയൊക്കെ മാറ്റി നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ തിളപ്പിച്ച് ആ പൂവിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടാൽ നല്ല റെഡ് കളറായിട്ടുള്ള വെള്ളമായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നല്ല രീതിയിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഈ വെള്ളം അരിക്കാം. അപ്പോൾ എന്തെങ്കിലും വല്ല പൂമ്പൊടിയുടെ അംശം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനാണ് നമ്മളിങ്ങനെ അരിക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുക്കുക. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് അതിൻ്റെ നീരെടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ നീര് വേണം. നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഓൾറെഡി ഒരു മെറൂൺ കളറായിട്ടുള്ളൊരു വെള്ളം നല്ലൊരു റെഡ് കളറായിട്ട് മാറും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ 1 കപ്പ് ചേർത്ത്, പിന്നെ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കാട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല തിക്കും